പുലർച്ചെയാണെങ്കിലും ഉച്ചക്കാണെങ്കിലും രാത്രിയാണെങ്കിലും ഒക്കെ അറസ്റ്റിന് തയ്യാറാണ്. ഇവരുടെ ഒരു തരം ആനുകൂല്യവും വേണ്ട. ഇവരുടെ ആനുകൂല്യം കണ്ടിട്ടും ഇവർ ഓമനിക്കുന്നു വിചാരിച്ചിട്ട് സമരത്തിന് ഇറങ്ങുന്നവരല്ല ഞങ്ങൾ. അവർ താഴേക്കൊരു മെസ്സേജ് കൊടുക്കാൻ ആഗ്രഹിക്കുക. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എത്രയോ ദിവസം തിരുവനന്തപുരത്തുണ്ടായില്ലേ? എത്രയോ ദിവസം തിരുവനന്തപുരത്തുണ്ടായി. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കൊല്ലത്ത് പൊതുപരിപാടിയിൽ പങ്കെടുത്തില്ലേ? യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയില്ലേ? അപ്പോൾ അവിടെയുള്ള ഒരാളെ ഡേ ലൈറ്റിൽ അറസ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്ന ഒരാളെ അവർ അറസ്റ്റ് ചെയ്തില്ല. മാത്രമല്ല, ഒരു വ്യാജ കേസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പേരിൽ അയാളെ വിവരശേഖരണത്തിനൊന്ന് വിളിച്ചു വരുത്താൻ കൊടുത്തത് 24 മണിക്കൂറിൻ്റെ നോട്ടീസാണ്. അയാൾക്ക് വേണമെങ്കിൽ അവിടെ പോവാതിരിക്കാം, വേണമെങ്കിൽ മുൻകൂർ ജാമ്യം തേടാം, വേണമെങ്കിൽ വക്കീലിനെ വെച്ച് ചെല്ലാം. അതൊന്നും ചെയ്യാതെ ഷോർട്ട് നോട്ടീസായിട്ട് പോലും അയാൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ടുള്ള ആ നടപടികളോട് സഹകരിച്ച ഒരാളാണ്. ഈ പുലർച്ചെ 5:30 മണിക്ക് വീട്ടിൽ വന്ന സമയത്തും അയാൾ പോലീസ് നടപടികളോട് സഹകരിച്ച ഒരാളാണ്. ഒരു നോട്ടീസ് കൊടുത്ത് വിളിച്ചാൽ അല്ലെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തണമെങ്കിൽ അതിന് സഹകരിക്കുന്ന ഒരാളാണ്. പോലീസിനെ അറസ്റ്റിനെയൊന്നും പേടിയുള്ള ആളല്ല, പേടിയുള്ള പ്രസ്ഥാനവുമല്ല. എന്നിട്ട് അതൊക്കെ ഒഴിവാക്കിയിട്ട് വീട്ടിൽ ചെന്ന് ഭീതി പകർത്തി അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്തിനാ? താഴേക്കൊരു മെസ്സേജ് കൊടുക്കാനാ. നിങ്ങളുടെ പ്രസിഡന്റിനെ ഞങ്ങൾ ഇങ്ങനെ അറസ്റ്റ് ചെയ്തത്, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നുള്ളതാണ്. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മെസ്സേജ് എന്താ? പ്രസിഡന്റിനോട് കാണിച്ചത് വലിയ അനീതിയാണ്, അതുകൊണ്ട് ഞങ്ങളും വെറുതെ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള മെസ്സേജാണ് ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് താഴെത്തട്ട് വരെ പോയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ സമരത്തിൽ പങ്കെടുത്ത് ഉദ്ഘാടനം ചെയ്തതിൻ്റെ പേരിൽ നമ്മളെ 1-ാം പ്രതിയാക്കി കേസെടുക്കുക, ഇതൊക്കെ ഇവർ ഉദ്ദേശിക്കുന്നത് കേസ് കൊണ്ട് വാമൂടാനാണെങ്കിൽ അത് നടക്കില്ലെന്ന് പിണറായി വിജയനോടും പോലീസിനോടും പറയാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ മുന്നിൽ മുട്ടുമടക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാക്കാനും ആഗ്രഹിക്കുക. പിണറായി വിജയൻ തന്നെയാണ്, പിന്നെ അല്ലാണ്ട് വേറെ ആരാ? പിന്നെ ഒരു ഓഫീസ് ഉപജാപവും അല്ല, മുഖ്യമന്ത്രി നേരിട്ട് തന്നെയാണ്, മുഖ്യമന്ത്രിയുടെ ഡയറക്ഷനാണ്. അത് വളരെ ക്ലിയർ ആണല്ലോ. കല്യാശ്ശേരിയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ക്രൂരമർദ്ദനം നടന്നപ്പോൾ, ചെടിച്ചട്ടി കൊണ്ട് തലയടിച്ചു പൊട്ടിക്കാൻ ശ്രമിച്ചപ്പോൾ, ഹെൽമെറ്റ് കൊണ്ട് അടിച്ചു പൊട്ടിക്കാൻ ശ്രമിച്ചപ്പോൾ ആദ്യത്തെ പ്രതികരണം വന്നത് എവിടുന്ന? അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് മുഖ്യമന്ത്രി നേരിട്ടാണ്. എന്താ പറഞ്ഞത്? ജീവൻ രക്ഷാ ദൗത്യമാണ്, രക്ഷാപ്രവർത്തനമാണ്, മാതൃകാ പ്രവർത്തനമാണ്, തുടരണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞില്ലേ? അതല്ലേ കലാപാഹ്വാനം? അതിനല്ലേ കേസെടുക്കേണ്ടത്? ഇവരുടെ പോലീസ് തന്നെ വധശ്രമത്തിന് കേസെടുത്ത ഒരു ഇൻസിഡൻറ്റിനെ മാതൃകാ പ്രവർത്തനവും തുടരണമെന്നൊരു മുഖ്യമന്ത്രി നേരിട്ട് പറയുമ്പോൾ, അപ്പോൾ ഇത് അവിടെ നിന്ന് തന്നെയാണ്, ഇത് തലപ്പത്ത് നിന്ന് തന്നെയാണ് വരുന്നത്. പിണറായി വിജയനും പിണറായി വിജയൻ്റെ അടിമകളായ ചില പോലീസ് ഉദ്യോഗസ്ഥരും അവർ ചേർന്ന് നടത്തുന്ന നാടകങ്ങളാണ് ഇതൊക്കെ. ഇപ്പോൾ ഈ കേസെടുക്കാനുള്ള നിർദ്ദേശവും അറസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങളൊക്കെ അതാണ്. അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ആ നവഗുണ്ടാ സദസ്സ് പൊളിഞ്ഞു പോയതിൻ്റെ അതിന് ഒട്ടും ഒരു പ്രസക്തി ഈ പറയുന്ന ഗുണ്ടാ പ്രവർത്തനം അല്ലാതെ മറ്റൊന്നും കേരളത്തിലെ ജനങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെടാൻ മാത്രം കഴിയാതെ പോയതിൻ്റെ അസ്വസ്ഥത അയാൾക്ക് ഇതുവരെ മാറിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ മുഖ്യമന്ത്രിയുടെ അസ്വസ്ഥതയുടെ അടയാളങ്ങളാണ് ഇതൊക്കെ. മുഖ്യമന്ത്രി നേരിട്ട് തന്നെയാണ് ഇത്തരം നിർദ്ദേശങ്ങൾ നൽകുന്നത് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും ഞങ്ങൾക്കില്ല. യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കുന്നത് ഈ ജനാധിപത്യ വിരുദ്ധതയെ ചെറുക്കണം എന്ന് തന്നെയാണ്. തെരുവിൽ ചെറുക്കേണ്ടടുത്ത് തെരുവിൽ ചെറുക്കും. സംഘടനാപരമായി, രാഷ്ട്രീയമായി, നിയമപരമായി എല്ലാം ഈ ജനാധിപത്യ വിരുദ്ധതയെ ഞങ്ങൾ ചെറുക്കും.